ഫ്രാൻസിൽ വന്ന ടൈം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു സെൻറ്റ് മോണിഷൽ പോവാന്നുള്ളത്. അപ്പം നമ്മൾ റീസെൻ്റ്ലി ആണ് പോയിട്ടുണ്ടായിരുന്നു. പല മൂവീസിലൊക്കെ നമ്മൾ ഈ ഒരു പ്ലേസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ശരിക്കും ഒരു ഫെയറി ടെയിൽ പോലെയുള്ളൊരു പ്ലേസാണിത്. നമ്മൾ ബസ്സിനാണ് പോയത്, ടൂറിസ്റ്റ് ബസ്സിന്. പോകുന്ന വഴിയെല്ലാം വില്ലേജുകളും ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസൊക്കെ കേട്ടോ. നമ്മൾ രാവിലെ 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി. നമുക്ക് 5 അവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ ഫുള്ള് കറങ്ങി കാണാനായിട്ട്. പിന്നെ അവർ പറയുന്ന കൃത്യം ടൈമിൽ നമ്മൾ അവർ പറയുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് വരികയും ചെയ്യണം. നമുക്ക് ഇനഫ് ടൈം ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ടുള്ള. ഉം. പോകുന്ന വഴി തന്നെ നമുക്കിത് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെയുള്ള ചർച്ചുകളും നമ്മൾ മേളിൽ ചർച്ചിൻ്റെ ഉള്ളിൽ അബേൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ ടൈമിൽ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ചർച്ചിൻ്റെ ഉള്ളിൽ ഈ ഒരു ക്രോസ് ഭയങ്കര ചെറുതാട്ടോ. ഞാൻ കണ്ടിട്ടുള്ള ബാക്കിയുള്ള യൂറോപ്പിലുള്ള ചർച്ചിനെയും അല്ലെങ്കിൽ നാട്ടിലുള്ള പള്ളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നി. അതിപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അവർ പ്രയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു സിംപ്ലിസിറ്റിക്കും സ്പിരിച്വൽ ഫോക്കസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിളായിട്ട് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബസ്സിൻ്റെ ചാർജ് പെർ പേഴ്സൺ 55 യൂറോ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അബേൻ്റെ ഉള്ളിൽ പോകാനായിട്ട് 16 യൂറോൻ്റെ ടിക്കറ്റ് നമ്മൾ എക്സ്ട്രാ എടുക്കണമായിരുന്നു. അങ്ങനെയാണ് പോയത്. അത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസികളും ഉണ്ട്. പിന്നെ സ്നോമർ ഒത്തിരി ഫുഡ് ഷോപ്പുകളും ഹോട്ടലുകൾ പിന്നെ ഇതുപോലെയുള്ള ഒത്തിരി സുവനീറുകളൊക്കെ വെക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് ഫുള്ളും നടന്ന് കാണാൻ പറ്റും. നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഫ്രീ ഷട്ടിലുണ്ട്. നമുക്കതിന് വരാം. അതല്ലെങ്കിൽ നമുക്ക് നടന്നു വരാം. ഈ ഉള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് പതിയെ ഒരു നടന്നു വരാനായിട്ട് എന്തായാലും ഒരു 1 ഹവറിനടുത്ത് എടുക്കും. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പതിയെ ഇതുവഴിയാണ് നമ്മൾ നടന്നു പോയിട്ടുണ്ടായിരുന്നത്.